Into BSc Physics, Semester 6, Paper 3, 18th lecture, diffraction at a straight edge. Diffraction at a straight edge. 18th lecture, Optics, Semester 6, Paper 3, BSc Physics main. Before going into detail, the straight edge diffraction, let us see some questions of the previous essay we have studied. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച rectilinear propagation Fresnel's theory, അതിൻ്റെ ഏതാനും ചില ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറയാം. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കരുതാവുന്നത്. അപ്പോൾ essay ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ. Explain the rectilinear propagation of light using Fresnel's theory of half period zones. ഇപ്പോൾ rectilinear propagation പറയാനാണ് കഴിഞ്ഞ essay. നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ലെങ്തി essay ഉണ്ടല്ലോ, നമ്മൾ 40 മിനിറ്റോളം പറഞ്ഞാണ് തീർത്തത്. ആ essayയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കുക. ഇനി ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുകയാണ്. ഷോർട്ട് ആൻസർ ആ essay പറയുമ്പോൾ അതിൻ്റെ പോയിന്റ്, ഈ അത്രയും വലിയ essay പഠിക്കാനായിട്ട് ഇച്ചിരി പാടുണ്ട്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആ essayയുടെ പോയിന്റ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് essayയിലൂടെ നോക്കണം. റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫിഗർ ഹാഫ് പീരീഡ് സോണിൻ്റെ പടം നിങ്ങൾ വരക്കണം. ഹാഫ് പീരീഡ് സോൺ SPZ കൺസ്ട്രക്ഷൻ നിങ്ങൾ എഴുതണം. പിന്നീട് ഏരിയ എയ്സിൽ പൈബി ലാംഡായിട്ട് പ്രൂവ് ചെയ്യണം. പിന്നെ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഡിപ്പെൻസ് എന്തൊക്കെയാണെന്ന് പറയണം, 3 ഫാക്ടർ. പിന്നെ A d1/2 ആണെന്നും I പ്രപ്പോർഷണൽ d1² ആണെന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ച് കാണിക്കണം. പിന്നെ കേസ് ഓഫ് ഒബ്സ്റ്റക്കിൾ അത് അവസാനം പറയണം. ഈ ലൈറ്റിൻ്റെ എക്സ്ട്രീംലി ഷോർട്ട് വേവ് ലെങ്താണ് ഈ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ്റെ കാരണം എന്നൊരു പറയണം. അപ്പോൾ essay എഴുതുമ്പോൾ അതിനകത്ത് ഇത്രയും പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഇത്രയും പോയിന്റ്സ് പഠിച്ചിട്ട് വേണം essay എഴുതാൻ. റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഫെറൻസ് എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഇത്രയും പോയിന്റ് 7 പോയിന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. 7 പോയിന്റ്സും ഒന്ന് വായിച്ച് പഠിക്കുക. ഇനി കുറച്ച് ഷോർട്ട് ആൻസർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഷോർട്ട് ആൻസേഴ്സ്. വാട്ട് ഈസ് ഹാഫ് പീരീഡ് സോൺ? അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയണം? അത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് പീരീഡ് സോൺ എന്താണെന്ന് ആദ്യം പറയണം. അതിൻ്റെ ഫിഗർ, ആ ഫിഗറാണ് വരക്കേണ്ടത്. പിന്നെ കൺസ്ട്രക്ഷൻ്റെ രീതി വിത്ത് PR സെൻറ്റർ ആൻഡ് റേഡിയ ഈക്വൽ ടു B+λ/2, B+2 λ/2 എക്സെട്ര എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് പറയണം. ഏരിയ A πb λ, പ്രൂഫിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഏരിയ ഓഫ് എനി സോൺ, എനി ഹാഫ് പീരീഡ് സോൺ πb λ എന്ന് പറഞ്ഞാൽ മതി. ബി ഡിസ്റ്റൻസ് λ വേവ് ലെങ്ത്. അപ്പോൾ അങ്ങനെ ഈ 2 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് നമുക്ക് നിർത്താവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഏരിയ ഓഫ് ഫ്രെനൽ സോൺ ഇസ് എ കോൺസ്റ്റന്റ്. ഇപ്പോൾ മാർക്ക് നോക്കണം. 2 മാർക്കാണെങ്കിൽ ഏരിയ പ്രൂവ് ചെയ്ത് കാണിക്കണം, പടം വരച്ച്. 1 മാർക്കാണെങ്കിൽ ഏരിയ A πb λ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓൺ വാട്ട് ഫാക്ടേഴ്സ് ഡിസ്റ്റർബൻസ് അറ്റ് എ പോയിന്റ് ഡിപ്പെൻസ്? 3 ഫാക്ടർ നമ്മൾ പഠിച്ചതാണ്. The area of the zone, the distance of the zone and the obliquity factor. Question number 5. Fresnel zones are called half period zones. അതിന് കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. λ/2 പാത്ത് വരുന്നത് കൊണ്ടാണ് T/2 പീരീഡ് വരുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസാണ് പഠിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇവിടെ പറയുന്നത്. A plane wavefront of light of wavelength 589.3 nanometer falls on an aperture. The diffraction pattern is seen in an eyepiece at a distance of 5 meters from the aperture. What is the area and radius of the 50th half period element. അപ്പോൾ 50ാമത്തെ ഹാഫ് പീരീഡ് എലമെൻറ്റിൻ്റെ, ഹാഫ് പീരീഡ് സോണിൻ്റെ ഏരിയയും റേഡിയസും കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാ സോണും ഒരേ ഏരിയ ആണല്ലോ. അപ്പോൾ ഏരിയ ഓഫ് ദി സോൺ, സൈസ് ഓഫ് ദി അപ്പർച്ചർ ഇസുകൾ ഏരിയ ഓഫ് 50 സോൺസ് ആണ്, 50 SPZ ആണ്. അപ്പോൾ സൈസ് എന്ന് പറഞ്ഞാൽ 50 × πb λ. ഒരു സോണിൻ്റെ ഏരിയ πb λ ആണ്.
ഇപ്പോൾ 50 സോൺ കട്ട് ചെയ്താൽ 55 ബി ലാംഡ, അതാണ് സൈസ് അപ്പർച്ചറിൻ്റെ ഒബ്സ്റ്റക്കിളിൻ്റെ. അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ബി ഇസ് 5 മീറ്റർ, ലാംഡ ഇസ് 589.3 നാനോമീറ്റർ, equal 589.3 into 10 raised to minus 9 meter. Size is equal to 50 into pi 3.14 into distance 1.5 ആണ്. 5 അല്ല 1.5 ആണ്. ആ 1 തെളിഞ്ഞിട്ടില്ലായിരുന്നു. 1.5 into 589.3 into 10 raised to minus 9. അതാണ് സൈസ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈസ് കിട്ടും. ബട്ട് സൈസ് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. കാരണം അവസാനത്തെ സോണിൽ റേഡിയസ് 6 ആണെങ്കിൽ പൈ ആർ സ്ക്വയർ ആണ് ഈ സൈസ് എന്ന് പറയുന്നത്. പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ദാറ്റ് വാല്യൂ, പൈ ക്യാൻസൽസ്, ആർ സ്ക്വയർ നമുക്ക് കിട്ടും ആർ റൂട്ട് ഓഫ് 50 into 1.5 into 589.3 into 10 raised to minus 9, നമുക്ക് 66 into 10 raised to പവർ നോക്കുക. ദാറ്റ് ഇസ് ദി ആൻസർ. -4 ആണെന്ന് തോന്നുന്നു. ഈ ചെക്ക് ഇറ്റ്. പിന്നെ സൈസ് ഏരിയ ഓഫ് ദ സോൺ ആണ്. ഏരിയ ഓഫ് ദ സോൺ എനി സോൺ കേട്ടോ, എനി സോൺ അത് പൈ ബി ലാംഡയാണ്. 2.775 into 10 raised to minus 6 meter സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് ഏരിയ ഒരു സോണിൻ്റെ. 50 സോണിൻ്റെ 50 into ദിസ്, അത് പൈ ആർ സ്ക്വയർ ആയിട്ട് എടുത്തിട്ട് ആർ സ്ക്വയർ കൊണ്ട് 6 കണ്ടാൽ റേഡിയസ് കിട്ടുക. അപ്പോൾ 50ാമത്തെ സോണിൻ്റെ നോക്കുക. ഇത് ഒരു സോണിൻ്റെ ഏരിയ ആണ്. അപ്പോൾ എല്ലാ സോണും ഇതേ ഏരിയ. 50 സോണിൻ്റെ ഏരിയയാണ് അപ്പർച്ചറിൻ്റെ ഏരിയ. കാരണം അപ്പർച്ചറാണ് ഈ സോണുകൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്, പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. അത് 50 into ദിസ് ആണ്. അതിൽ നിന്ന് ആർ സ്ക്വയർ കണ്ട് 6 കണ്ട വാല്യൂ ആണ് നേരത്തെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ഒരു എസ്സേ നമ്മൾ ആരംഭിക്കുകയാണ്. സെക്കൻഡ് എസ്സേ ഇൻ ദിസ് ചാപ്റ്റർ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫെറൽ ഡിഫ്രാക്ഷൻ അറ്റ് എ സ്ട്രെയിറ്റ് എഡ്ജ്. ഫെറൽ ഡിഫ്രാക്ഷൻ അറ്റ് എ സ്ട്രെയിറ്റ് എഡ്ജ്, അതിൻ്റെ പടമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു റേസർ ബ്ലേഡ് എഡ്ജ്. നമ്മുടെ ബ്ലേഡ് ഉണ്ടല്ലോ, പെൻസിലൊക്കെ വെട്ടുന്ന ബ്ലേഡ്, ഷേവിംഗ് ബ്ലേഡ്. ആ ബ്ലേഡ് ഇങ്ങനെ കുത്തനെ വെച്ചാൽ, അങ്ങോട്ട് വെച്ചാൽ ഉള്ള ഷേപ്പാണ് ആ വരച്ചിരിക്കുന്നത്. എ ബി എന്ന് പറയുന്നത്. എ ബി ഇങ്ങോട്ട് മാറി സ്ലിറ്റ് ഉണ്ട്, എസ് സ്ലിറ്റ്. അത് മോണോക്രോമാറ്റിക് ലൈറ്റ് കൊണ്ട് ഇലുമിനേറ്റ് ചെയ്യും. ഈ എ ബി എന്ന് പറയുന്ന ബ്ലേഡ് എഡ്ജിൽ നിന്ന്, ബ്ലേഡ് വക്കിൽ നിന്ന്, ആ ബ്ലേഡ് അങ്ങോട്ട് വിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. നേരെ പിടിക്കുകയില്ല, കുത്തനെ പിടിക്കുമ്പോഴാണ് ബ്ലേഡ് അങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ വക്കാണ് മുകളിൽ കാണുന്നത്. ഇങ്ങോട്ട് മാറി പിന്നെ ആ PQR പോയിന്റ് ഉണ്ടല്ലോ, അതൊരു സ്ക്രീനിലെ പോയിൻ്റാണ്. സ്ക്രീനിലെ പോയിന്റ്. അപ്പോൾ ലൈറ്റ് എസിൽ നിന്ന് ആരംഭിച്ചിട്ട് ഈ സ്ട്രെയിറ്റ് അടിച്ച് വക്കിൽ വീണാൽ ഡിഫ്രാക്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ നമുക്ക് ഷാഡോയും കിട്ടും. ആ ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്യും, ആ ഷാഡോ കിട്ടും. ഇവിടെ ഷാഡോയിലേക്ക് ഇത് കയറുകയും ചെയ്യും. ഷാഡോയിലേക്ക് ലൈറ്റ് എൻക്രോച്ച് ചെയ്യുന്നതാണല്ലോ ഡിഫ്രാക്ഷൻ. ഇപ്പോൾ ഷാഡോയിലേക്ക് കയറും. മാത്രമല്ല ഷാഡോയ്ക്ക് മുകളിൽ ഏതാനും ബാലൻസ് ഉണ്ടാകും, ഡാർക്കും ബ്രൈറ്റും ബാലൻസ് ഉണ്ടാകും. ഇൻ്റർഫറൻസിൽ കണ്ടതുപോലെ ഇവിടെ ഷാഡോയ്ക്കകത്ത് ഏതാനും ബ്രൈറ്റും ഡാർക്കും ബാലൻസ് ഉണ്ടാകും. ആ ബാലൻസ് കഴിഞ്ഞാൽ മുകളിൽ ആ ക്യൂവിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ യൂണിഫോം ഇലുമിനേഷനാണ്. അപ്പോൾ ഇതാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഈ പാറ്റേൺ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് CAD വരച്ചിരിക്കുന്നത്. നോക്കിയേ, ആ സോഴ്സ് എസിൽ നിന്ന് വരുന്ന ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് CAD കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പിയിലുള്ള, ഇപ്പോൾ നമുക്ക് 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. P എന്നുള്ള പോയിന്റ്, Q എന്നുള്ള പോയിന്റ്, R എന്നുള്ള പോയിന്റ്, 3 പോയിന്റ് സ്ക്രീനിലെ പോയിന്റാണ്. ആ 3 പോയിന്റിലെ ലൈറ്റ് ഇൻറ്റൻസിറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ സ്ട്രെയിറ്റ് എഡ്ജ് ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ എക്സ്പ്ലനേഷൻ ആകും. അതിന് നമ്മൾ വേവ് ഫ്രണ്ടിനെ CADയെ 2 ഹാഫായിട്ടാണ് ഓരോ പോയിന്റും പറയും. ആദ്യം P പറയും, പിന്നെ Q പറയും, അവസാനം R പറയും. P പറയുമ്പോൾ CAD വേവ് ഫ്രണ്ട് ആണല്ലോ. ആ A എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പോള്. AC അപ്പർ ഹാഫ് എന്ന് പറയും, AD ലോവർ ഹാഫ് എന്ന് പറയും. P എന്നുള്ള പോയിന്റിന് A ആണ് പോൾ ഓഫ് ദ വേവ് ഫ്രണ്ട്, AC അപ്പർ ഹാഫ് മേൽഭാഗം, AD ലോവർ ഹാഫ്. അപ്പർ ഹാഫിനെയും ലോവർ ഹാഫിനെയും നമ്മൾ ഹാഫ് പീരീഡ് സോണായിട്ട് ഭാഗിക്കും. അതെങ്ങനെയെന്ന് പറയാം. അപ്പോൾ പഠനം നോക്കും. വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹിയർ? വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡിഫ്രാക്ഷൻ
of light due to a straight edge. What is a straight edge? The example is a razor blade edge. If we place a razor blade perpendicular to the incoming light, it is a straight edge. The light will bend at the straight edge, and upon a screen we get a diffraction pattern. The diffraction pattern consists of a shadow, and just above the shadow there are a few bands, and above that uniform illumination. And this pattern we explain by considering 3 points P, Q, and R on the screen. So in the figure, S is source, AB is straight edge, screen is placed, PQ and R are the points on the screen. We consider a wavefront CAD, and for the point P, A is the pole of the wavefront. For the point Q, E is the pole of the wavefront. E is the pole of the wavefront. For the point R, F is the pole of the wavefront. DF, F is the pole of the wavefront. So for the point P, A is the pole, S is upper half, AD is lower half. We divide the upper half of the wavefront and lower half of the wavefront into number of half period zones. And for that, we take AP equal to B. And we imagine concentric spheres by considering points M1, M2, M3, etc. on the upper side, and N1, N2, etc. on the lower side, such that PM1 is equal to PN1 is equal to B plus lambda by 2. PM2 is equal to PMN2 is equal to B plus lambda by 2. And PM3 is equal to PN3 is equal to B plus 3 lambda by 2, etc. And these points will divide the upper half of the wavefront and also the lower half of the wavefront into a number of half period zones. Now we look. ആ പടത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. എ ബി സ്ട്രൈറ്റ് എഡ്ജ്, എസ് എസ് സോഴ്സ്, സി എ ഡി സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്, എക്സ് വൈ സ്ക്രീൻ. ആ എക്സ് വൈ പടത്തിൽ എവിഡൻ്റ് തോന്നല്ലേ? എക്സ് വൈ ഉണ്ട്, എക്സ് വൈ ഉണ്ട്. എക്സ് വൈ സ്ക്രീൻ, അതിലെ പോയിന്റാണ് പി ക്യു ആർ. You look, S is a narrow slit illuminated by monochromatic light of wavelength lambda. AB represents a straight edge. AB represents a straight edge placed with its length parallel to the slit. The slit emits cylindrical wavefronts. Let CD represent a wavefront incident on AB, a screen XY. A screen XY is placed at a distance B from the straight edge. Join SA and produce it to meet the screen at P. The line divides the wavefront into an upper half and lower half. A is the pole of the wavefront with respect to point P. Let M1, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. Let M1, M2, M3, etc. and N1, N2, N3, etc. നമ്മൾ ആ വേവിൻ്റെ അപ്പർ ഹാഫിലും ലോവർ ഹാഫിലും എടുക്കുന്ന പോയിന്റുകളാണ്. വേവിൻ്റെ അപ്പർ ഹാഫിലും ലോവർ ഹാഫിലും എടുക്കുന്ന പോയിന്റുകളാണ് N1, N2, N3, M1, M2, M3. Let M1, M2, M3, etc. and N1, N2, N3, etc. are the points on the wavefront such that PM1 is equal to PN1 is equal to B plus lambda by 2, PM2 is equal to PN2 is equal to B plus 2 lambda by 2, etc. ഒരു ലൈൻ PMN plus is equal to PMN is equal to PNN equal to B plus L lambda by 2. The lines passing through the points parallel to the slit divides the wavefront into a number of half period zones with respect to point P. Secondary wavelengths proceeding PROCEEDING from corresponding points of adjacent zones
on either side, on either half of the wavefront different path by lambda by 2. Lambda by 2 on reaching at P. Let D1, D2, D3 be the disturbances. Disturbance at P due to the wavefront from first, second, third, etc. half field elements of each half of the wavefront due to increase in distance and obliquity. D1, D2, D3, etc. are decreasing, gradual decreasing order of magnitude. ഇത് നമ്മൾ നേരത്തെ ആ റെക്ടയിലെ പ്രൊപ്പോഷനിൽ പറഞ്ഞതാണ്. Therefore we can write D2 is nearly equal to D1 plus D3 by 2. That is D1 by 2 minus D2 plus D3 by 2 is 0. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ എസ്സയിൽ. Similarly, D3 by 2 minus D4 plus D5 by 2 is 0. D5 by 2 minus D6 plus D7 by 2 is 0, etc. Expression for intensity. At the point P, we say at the point P, for the point P on the screen, for the point P on the screen, pole of the A is the pole of the wavefront. The lower half is not effective. The upper half is effective, and the resultant amplitude at P. You write at P. At P is given by. ഈ പറഞ്ഞ അർത്ഥം അറിയാവോ? ഇവിടെ പടം നോക്കുമ്പോഴേ ആ പടം നോക്കുമ്പോൾ പി എന്നുള്ള പോയിന്റിന് എ ആണ് പോള്. എ സി അപ്പർ ഹാഫ്, എ ഡി ലോവർ ഹാഫ്. എ സിയിൽ നിന്ന് ലൈറ്റ് വന്ന് പിയിൽ വീഴും, എ ഡിയിൽ നിന്ന് ലൈറ്റ് വന്ന് പിയിൽ വീഴത്തില്ല. അതുകൊണ്ട് എ സി എന്നുള്ള പാർട്ട് എഫക്റ്റീവ് ആണ് പിയിൽ, എ ഡി എന്നുള്ള പാർട്ട് എഫക്റ്റീവ് അല്ല. എ ഡി എന്നുള്ള വേവിൻ്റെ ആ ഭാഗത്തെ ഒബ്സ്റ്റക്കിൾ മറച്ചിരിക്കുകയാണ്, അവിടെ നിന്ന് ലൈറ്റ് അങ്ങോട്ട് വരുന്നില്ല. എ സി എന്നുള്ള ഭാഗത്ത് നിന്ന് ലൈറ്റ് വന്ന് പിയിൽ വീഴും. അതുകൊണ്ടാണ് പറയുന്നത് എ സി ഈസ് എഫക്റ്റീവ് ആൻഡ് എ ഡി ഈസ് നോട്ട് എഫക്റ്റീവ് എന്ന് പറഞ്ഞത്. AC is effective and AD is not effective. The upper effective the upper part AC is effective. You can write like this: the upper part AC is effective. The resultant amplitude at P is given by. The lower half of wavefront is not effective. The upper part is effective. The upper part is effective. The resultant amplitude at P is given by A1 is D1 minus D2 plus D3 minus D4 plus D5 minus D6 plus etc. ഇത്രയും ടൈം എഴുതി അറിയാമല്ലോ, നമുക്ക് കൂട്ടാൻ വേണ്ടിയാണ്. ഈക്വൽ ടു ആ ഓരോ ടൈംസിലാ സ്പ്ലിറ്റ് ചെയ്യും. D1 by 2 പ്ലസ് D1 by 2 മൈനസ് D2 പ്ലസ് D3 by 2 പ്ലസ് D3 by 2 മൈനസ് D4 പ്ലസ് D5 by 2 എക്സെട്ര എന്നോട്ട് എഴുതും. എന്നിട്ട് ആ രണ്ടാമത് വരുന്ന 3 ടൈം വെച്ച് നമ്മൾ ബോക്സിലാക്കി ആക്കും, അതെല്ലാം 0 ആകും. അപ്പോൾ നമുക്ക് D1 by 2 എന്ന് കിട്ടും. അപ്പോൾ പിയിലുള്ള ഇൻറ്റൻസിറ്റിയിലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ A1 D1 by 2 അപ്രോക്സിമേറ്റ് ആയിട്ട് വരും. D1 by 2 അപ്രോക്സിമേറ്റ്ലി. അതിൻ്റെ കാരണമാണ് നമ്മൾ താഴെ ഇരിക്കുന്നത്. അതിൻ്റെ കാരണം ഈ D2 is D1 plus
d3/2 ആണ്. അല്ലെങ്കിൽ d1/2 മൈനസ് d2 പ്ലസ് d3/2 0 ആണ്. സിമിലർലി d3/2 മൈനസ് d4 പ്ലസ് d6/2 0 ആണ്. d5/2 മൈനസ് d6 പ്ലസ് d7/2 0 ആണ്. കാരണം നമ്മൾ താഴെ കാണിച്ചിരിക്കുകയാണ് സെൻസ്. അപ്പോൾ ആ ബോക്സിലുള്ള ടേം എല്ലാം 0 ആകാൻ കാരണം അതിൽ കാരണമാണ് താഴെ എഴുതിയിരിക്കുന്നത്. സിൻസ് ഇട്ട് വേണം എഴുതാം അവിടെ. അപ്പം അങ്ങനെ നമ്മൾ പിയിലുള്ള ഡിസ്റ്റർബൻസ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതാണ് d1/2. A1 is d1/2. അപ്പോൾ ഇതിൻ്റെ ഈ എസ്സേയുടെ പകുതി ആയിട്ടുണ്ട്. ബാക്കി പകുതി, ഹാഫ് ഓഫ് ദി എസ്സേ ഇസ് കംപ്ലീറ്റ്. The remaining half we can see in the next class. That is all. Thank you very much.